രാജേന്ദ്രൻ, മഹാരാഷ്ട്രയിൽ കാര്യങ്ങളൊക്കെ മലക്കം മറിയുകയാണ്. BJP അവിടെ വലിയ ആധിപത്യം സ്ഥാപിക്കുന്നു. അതിനോടൊപ്പം തന്നെ അവിടുത്തെ രാഷ്ട്രീയ കക്ഷികളെയൊക്കെ തന്നെ വിഴുങ്ങുന്ന ഒരു നീക്കമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയായിരിക്കും ഇനി പുതിയ നീക്കം? അത് വലിയ രസകരമാണ് സംഭവം. BJP അവിടെ സാധിച്ചിരിക്കുന്ന ഒരു വെടിക്ക് 2 പക്ഷി എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ് എല്ലാവിധ എതിർപ്പുകളെയും മറികടന്നുകൊണ്ട് അത്ഭുതകരമായിട്ടൊരു വിജയം അദ്ദേഹം ജയിച്ചു. കാരണം മഹാരാഷ്ട്രയുടെ കടുവയായിട്ടുള്ള വ്യാഘ്രമായിട്ടുള്ള ശരത് പവാർ, മറാത്ത നേതാവ്, ഇവിടുത്തെ കെ കരുണാകരനെ പോലെ വളരെ തന്ത്രശാലി, അദ്ദേഹം സ്വരുക്കൂട്ടിയ മഹാവികാസ് അഘാടി, കോൺഗ്രസ് ഉണ്ട് അവിടെ, രാഹുൽ ഗാന്ധിയുണ്ട്, അതുപോലെ തന്നെ ഉദ്ധവ് താക്കറെ എന്ന് പറഞ്ഞാൽ ബോംബെ നടുങ്ങും. ബാൽ താക്കറയുടെ മകൻ എന്നുള്ള പരിവേഷം, മറാത്ത ശക്തിയുടെ കേന്ദ്രീകരണം, മസിൽ പവറുള്ള അദ്ദേഹത്തിൻ്റെ മകൻ ആകാശ് താക്കറെ. അപ്പോൾ ആ കുടുംബത്തെ സ്നേഹിക്കുന്നു മഹാരാഷ്ട്രീയർ മുഴുവനും എന്നാണ് അദ്ദേഹം ധരിച്ചത്. അങ്ങനെ ഒരു കുടുംബ രാഷ്ട്രീയവും കൊണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടെ സജീവമായിട്ട് രംഗത്തിറങ്ങി. അതുപോലെ തന്നെ ശരത് പവാറിൻ്റെ മകൾ സുപ്രിയ സുലെ, അതും അജിത് പവാറും ഒക്കെ ചേർന്നാണ് മഹാരാഷ്ട്ര രാഷ്ട്രീയം. നമ്മുടെ ഈ കരുണാകരന്, പത്മജ, കെ മുരളീധരൻ, ഇവരൊക്കെ ചേർന്ന ഒരു ത്രയം ഇവിടെ നിലനിൽക്കുന്നതിന് സമാനമായിട്ടുള്ളൊരു ശക്തി. സമാനമല്ല, അതിലും വളരെ ശക്തിയാണ്, ജനസംഖ്യ വളരെ കൂടുതലാണ് അവിടെ. അവരുടെ നിയന്ത്രണത്തിൽ നിന്ന് മഹാരാഷ്ട്രീയത്തെ മോചിപ്പിച്ച് ഫഡ്നാവിസ് അദ്ദേഹത്തിൻ്റെ തന്ത്രജതം, അതും അദ്ദേഹം ഒരു ന്യൂനപക്ഷമായിട്ടുള്ള ബ്രാഹ്മണനാണ്. അവിടെ മറാത്ത ശക്തിയാണ് കൂടുതൽ. പിന്നെ ഈ ഉത്തർപ്രദേശിൽ നിന്നൊക്കെ കുടിയേറിയ സിനിമാ നടന്മാരുടെയൊക്കെ ഒരു വലിയ ശക്തിയുണ്ട്. സിനിമാ നടന്മാർ ഉത്തർപ്രദേശിൽ നിന്നാണ് മിക്കവാറും കുടിയേറിയിരിക്കുന്നത്. അങ്ങനെയുള്ള ആൾക്കാരാണ്. മറാത്ത ശക്തിയുടെ കേന്ദ്രീകരണമാണ് ശരത് പവാർ. അതുപോരാഞ്ഞ് നമ്മുടെ ഉദ്ധവ് താക്കറെയുണ്ട്, ശിവസേന രാഷ്ട്രീയത്തിൻ്റെ കേന്ദ്ര ബിന്ദുവാണ്. ഇങ്ങനെയൊക്കെയുള്ള പിന്നെ ആര് വേണം? കോൺഗ്രസിൻ്റെ ആവശ്യമില്ല. കോൺഗ്രസ് എന്ന് പറഞ്ഞാലോ ഒരു കാലത്ത് മഹാരാഷ്ട്ര കീഴടക്കി ഭരിച്ചിരുന്ന, ഒരു പ്രചാരണവും വേണ്ട, ദയനീയ പരാജയമല്ലായിരുന്നു. അതെ, 3-2 ഭൂരിപക്ഷം അല്ലെങ്കിൽ 4-3 ഭൂരിപക്ഷം ഉറപ്പാണ്. അത്ര ശക്തി മഹാരാഷ്ട്ര എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രം. എനിക്ക് തോന്നുന്നു ഇനി മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് രക്ഷപ്പെടാനുള്ള സാധ്യതകൾ ഇല്ലാതാകുന്നു എന്നാണ് തോന്നുന്നത്. മഹാരാഷ്ട്രയിലേക്ക് ഒതുക്കുന്ന ഇന്ത്യയിലും രക്ഷപ്പെടാൻ സാധ്യതയില്ല. ഡൽഹിയിൽ കഥ കഴിഞ്ഞില്ലേ? ഡൽഹിയിലേക്ക് കഥ, ഇന്ത്യ മുഴുവൻ നമുക്ക് ഒറ്റയടിക്ക് പല സംസ്ഥാനങ്ങളായിട്ട് തിരിച്ചു പറയണ്ട. ഇന്ത്യയിൽ അതിൻ്റെ കഥ കഴിഞ്ഞു. അവരുടെ കള്ളം തിരിച്ചറിഞ്ഞു, കള്ളം പൊളിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. കാരണം ഈ സോഷ്യൽ മീഡിയ അതിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. പണ്ടൊക്കെ ഈ കള്ളങ്ങളൊക്കെ മൂടി വയ്ക്കപ്പെടുമായിരുന്നു. ഹിരൺമയേന പാത്രേന സത്യം മൂടി വയ്ക്കപ്പെടുന്ന ഒരവസ്ഥയായിരുന്നു. സ്വർണ്ണപാത്രം കൊണ്ട് മൂടി വയ്ക്കപ്പെടുകയായിരുന്നു സത്യം. ഇപ്പോൾ ആ സ്വർണ്ണപാത്രം അടിച്ചങ്ങോട്ട് മാറ്റിയപ്പോൾ സത്യമെല്ലാം സുതാര്യമായിട്ട് തെളിഞ്ഞു വന്നിരിക്കുകയും കോൺഗ്രസിൻ്റെ ഈ കപട രാഷ്ട്രീയം, കപട മതേതരത്വം, അതുപോലെ കപട ജനാധിപത്യം, ഇതൊക്കെ, അതുപോലെ തന്നെ കപട സത്യസന്ധത, സത്യമില്ലാത്തൊരു പാർട്ടിയാണെന്ന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞ് ഇന്ത്യയിലെ ജനങ്ങളെ വോട്ടർമാരെത്ര വിഡ്ഢികളൊന്നുമല്ല. അടിയന്തരാവസ്ഥ കഴിഞ്ഞുള്ള തെരഞ്ഞെടുപ്പിൽ അവർ കാണിച്ചതുപോലെ തന്നെ തിരിച്ചറിഞ്ഞു എന്നേക്കുമായി തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇനി അതുകൊണ്ട് വലിയ ഭാവിയൊന്നും കോൺഗ്രസിന് ഇന്ത്യയിലില്ല. എന്ന് വെച്ചാൽ അത് ഇല്ലാതാകുമെന്നല്ല പറയുന്നത്, ഇല്ലാതാവാതിരിക്കട്ടെ. ഇവിടെ അത്രയും ശക്തിയോടുകൂടി വാണ്ടിരുന്ന കോൺഗ്രസ് ഇതെല്ലാം കൂടെ ചേരുമ്പോൾ നമ്മുടെ ജർമ്മനി, അമേരിക്ക, അതുപോലെ തന്നെ ഇംഗ്ലണ്ട് ഒക്കെ ചേർന്നൊരു ശക്തി, ലോകമഹായുദ്ധം ജയിച്ച പോലൊരു ശക്തിയാണ്. ശാക്തിക അച്ചുതണ്ടാണ്, അല്ലെങ്കിൽ ശാക്തിക ചേരിയാണ്. അവരെ എല്ലാം അസ്തപ്രജ്ഞരാക്കിക്കൊണ്ട്, നമ്മുടെ രമേശ് ചെന്നിത്തലയും പോയി അവിടെ പ്രചാരണത്തിന്, വലിയ ഹിന്ദി അറിയാവുന്ന ആളാണല്ലോ അവിടെ. അപ്പോൾ പൊട്ടിപ്പാളീസായിട്ട് തിരിച്ചു വന്നു. അവർക്ക് പോലും അവിശ്വസനീയമായി പോയി. അതുകൊണ്ടാണ് AVMനെ, വോട്ടർ പട്ടികയെ, ഇതൊക്കെ പിന്നെ കുറ്റം പറയാൻ തുടങ്ങിയത്. 3-2 ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് വിചാരിച്ചവർ. ഇതിൻ്റെ ശില്പി എന്ന് പറയുന്ന ബ്രാഹ്മണരെന്ന് പറയുന്നത് വളരെ കുറച്ചേ ഉള്ളൂ അവിടെ. ആ ബ്രാഹ്മണരുടെ വിഭാഗത്തിൽ പെട്ടുപോയ ദേവേന്ദ്ര ഫഡ്നാവിസാണ്. തൻ്റെ ബുദ്ധി സാമർഥ്യവും കൗശലവും കൊണ്ട് അദ്ദേഹം നേടിയിരിക്കുന്നു. അദ്ദേഹം ഇവരെയെല്ലാം മലർത്തി അടിച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും അദ്ദേഹം മാത്രമല്ല, RSSും അതിലൊരു പ്രധാന പങ്ക് വഹിച്ചു. മുസ്ലിം പ്രീണനം എന്നത് നയമായി സ്വീകരിച്ചു. ഉദ്ധവ് താക്കറെ പോലും, പണ്ടേ ശരത് പവാർ ആ രീതിയിലാണ് പോകുന്നത്, കോൺഗ്രസും ആ രീതിയിലാണ് പോകുന്നത്.
വളരെ അപകടകരമായിട്ടൊരു പോക്കിലേക്കാണ് സംസ്ഥാനം പോകുന്നതെന്ന് തിരിച്ചറിഞ്ഞ RSS നാഗ്പൂരിൽ അവർ രാഷ്ട്രീയമൊന്നും അധികം കളിക്കാറില്ല. അവിടെയും നാഗ്പൂരിലും നാസിക്കിലും 2 സ്ഥലത്ത് അവർ ഗ്രഹ സന്ദർശനം നടത്തി പ്രചാരണം നടത്തി, ഫലം കണ്ടു. അതിൻ്റെയും കൂടെ ഫലമായിട്ടാണ് അവർക്ക് ഈ ബ്രാഹ്മണരെന്നോ അല്ലെങ്കിൽ ചണ്ടാളരെന്നോ യാതൊരു വിധമായിട്ടുള്ള വേർതിരിവില്ല. ഹൈന്ദവ സംസ്കാരം എന്നുള്ളത് അത് ഫലം കണ്ടു. അതിൻ്റെയും കൂടെ ഫലമായിട്ട് സംയുക്ത ഫലമാണ് ദേവേന്ദ്ര ഫഡ്നാവിസ് വൻപിച്ച ഭൂരിപക്ഷത്തോടു കൂടി അവിടെ ജയിച്ചു. ഷിൻഡെ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് വോട്ട് നേടിയുടെ എന്ന് പറഞ്ഞാൽ ഉദ്ധവ് താക്കറെ വിചാരിച്ചത് ജനങ്ങൾ ഇയാളെ തള്ളിക്കളയും. താക്കറെ കുടുംബത്തിൻ്റെ ആരാധകരാണ്, ഈ ഗാന്ധി കുടുംബത്തിൻ്റെ ആരാധകരാണല്ലോ കോൺഗ്രസ്സുകാരെല്ലാം. വേറൊരാൾ പലരും ദേവരാജ അരശ് പാർട്ടി രൂപവൽക്കരിച്ചു. ശരത് പവാറും NCP എന്ന് പറയുന്ന പാർട്ടി രൂപവൽക്കരിച്ചു. രാഷ്ട്രം ഭരിക്കാനുള്ള ഭൂരിപക്ഷം അതിന് കിട്ടിയോ? നമ്മളുടെ കോൺഗ്രസ് ഇവിടെ കേരളത്തിൽ K. കരുണാകരൻ തന്നെ ഇന്ദിരാഗാന്ധിയുടെ വലിയ ലോയലിസ്റ്റായിരുന്ന അദ്ദേഹം തന്നെ കോൺഗ്രസിൻ്റെ ലോയലിസ്റ്റുമായിരുന്ന K. കരുണാകരൻ ഇവിടെ പാർട്ടി DIC രൂപീകരിച്ചല്ലോ. എന്നിട്ട് എന്തേ ഡെമോക്രാറ്റിക് ഇന്ദിരാ കോൺഗ്രസ്, അതിന് പേരിട്ടത് ഇന്ദിരയുണ്ട് അതിൽ. എന്നിട്ട് എന്ത് സംഭവിച്ചു? ഒന്നും ആകാതെ പോയി. PC ചാക്കോയും ഒക്കെ പാർട്ടി രൂപീകരിച്ചതാ, ഒന്നും മേശാതെ പോയി എന്ന് പറയുന്നത് പോലെ ഈ ശരത് പവാർ ഉദ്ധവ് ബാൽ താക്കറയുടെ അസ്തിത്വം അരക്കിട്ടുറപ്പിച്ചിരിക്കുകയാണ്. മറ്റാര് പാർട്ടി രൂപീകരിച്ചാലും പോവില്ല എന്ന് തിരിഞ്ഞു. ഇവിടെ ഷിൻഡെ വൻ ഭൂരിപക്ഷം അദ്ദേഹത്തിൻ്റെ തട്ടകമായ താനെ ഉൾപ്പെടെയുള്ള ജില്ലകളിലും അതുപോലെ തന്നെ ഈ ശിവസേനയുടെ തട്ടകങ്ങളിലും എല്ലാം നേടി പരാജയപ്പെടുത്തി, മലർത്തിയടിച്ചു ആരെ? ഉദ്ധവ് താക്കറെ. അപ്പോൾ ഉദ്ധവ് താക്കറെ മനസ്സിലായി ഈ പ്രണര രാഷ്ട്രീയത്തെ മഹാരാഷ്ട്രയിലെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത്. സവാർക്കറെ അപമാനിച്ചത് ജനങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ള ബോധ്യം അദ്ദേഹത്തിന് വന്നു. അതിൻ്റെ ഫലമായിട്ടാണ് എന്നും ഒന്നും നേരിൽ കാണാൻ പോലും മടിച്ചിരുന്ന ദേവേന്ദ്ര ഫഡ്നാവിസിനെ പോയി കണ്ടു അദ്ദേഹം മകനോടൊപ്പം. ആ ബന്ധം ഒരിക്കലും അതുവരെ ഇല്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് അവിടെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരാൻ പോവുക, തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഇനി വികാസ് അഘാഡിയില്ല, സ്വന്തം ഗാഡിയിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ ശക്തി ഒന്ന് അറിയട്ടെ, അതിന് ശേഷം തീരുമാനമെടുക്കാം. ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത് ശക്തി കുറവാണെന്ന് തിരിച്ചറിയും ഉദ്ധവ് താക്കറെ. അദ്ദേഹം എന്ത് ചെയ്യും? സ്വാഭാവികമായിട്ടും മഹാവികാസ് അഘാഡിയുടെ കൂടെ നിലനിൽപ്പില്ല എന്ന് ബോധ്യമാവുന്ന നിമിഷം അദ്ദേഹവും ഈ ദേവേന്ദ്ര ഫഡ്നാവിസിനോടൊപ്പം ചേരും, ആ മുന്നണിയിൽ തന്നെ ചേരും. ഇതുകൊണ്ട് ഞാൻ ഒരു പടിക്ക് 2 പക്ഷി എന്ന് പറയാൻ കാര്യം, ഈ ഷിൻഡെ, ഏകനാഥ് ഷിൻഡെ അപ്പോൾ അദ്ദേഹം എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞു. ഏകനാഥ് ഷിൻഡെ ഒരു വിലപേശൽ നടത്തി. മുഖ്യമന്ത്രി സ്ഥാനം നമുക്ക് വേണം. ഞാൻ ഈ പറഞ്ഞ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നവരെ മുംബൈയിലുമൊക്കെ തൻ്റെ ശക്തി ഒന്ന് കാണിക്കാൻ, താനെയിലും അവിടുത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ വളരെ പ്രാധാന്യമുള്ള, മുംബൈ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ തന്നെ ഏറ്റവും വരുമാനമുള്ള കോർപ്പറേഷനാണ് മുംബൈ. പിന്നെ നവി മുംബൈ കോർപ്പറേഷനുണ്ട്, അതും മോശമല്ല, നല്ല വരുമാനമുള്ള വ്യവസായങ്ങളുടെ കേന്ദ്രമാണല്ലോ മുംബൈ. വാണിജ്യ സംസ്ഥാനമാണല്ലോ, വാണിജ്യ നഗരമാണല്ലോ മുംബൈ. പിന്നെ താനെ, അതും മോശമല്ല. ഇവിടങ്ങളിലൊക്കെ ഈ സ്ഥാപനങ്ങൾ കാണണം. ഈ യൂറോപ്യൻ അല്ലെങ്കിൽ പിന്നെ ഗൾഫ് മോഡലിലുള്ള പിന്നെ നമ്മുടെ റിയൽ എസ്റ്റേറ്റുകളും ബിൽഡിങ്ങുകളും ഒക്കെയാണ് ഇവിടെ ധാരാളം. താനെ എന്ന് പറഞ്ഞാൽ മലയാളികൾക്ക് ഏറ്റവും സുപരിചിതമായ ഇടമാണ്, സ്ഥലമാണ്. മുംബൈ മോശമല്ല, മുംബൈയിൽ ധാരാളം സെറ്റിൽമെൻറ്റുകളുണ്ട്, മലയാളികളുടെ സെറ്റിൽമെൻറ്റുകൾ ധാരാളമായിട്ടുള്ള പ്രദേശം. അതുകൊണ്ടാണല്ലോ നമ്മുടെ രമേശ് ചെന്നിത്തലയെ അങ്ങോട്ട് വിട്ടത്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങൾ സിനിമാ നടന്മാരുടെയും സ്ഥലമാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ സ്ഥലങ്ങളും ഒക്കെ കൂടെ ഭരിക്കുന്നത്, സിനിമാ നടന്മാരെയും കൂടെ ഭരിക്കുന്ന മേയർഷിപ്പുകളാണിത്, അതായത് കോർപ്പറേഷനുകളാണ്. അപ്പം അവിടുത്തെ ആ മേയറുടെ വസതി തന്നെ ഒന്ന് കാണണം. ഒരു പാഴ്സി ഹിൽസ് എന്ന് പറഞ്ഞ വലിയൊരു കുന്നിൻ്റെ മുകളിൽ കാണേണ്ടതാണ്. മനോഹരമായൊരു കാഴ്ചയാണ്. ഇവിടുത്തെ മേയറുടെ ഭവനം പോലൊന്നും അല്ലത്, കാണേണ്ട കാഴ്ച തന്നെയാണ്. എന്നാൽ പണം ഇഷ്ടം പോലെ ഉണ്ട്, ധനസമ്പാദനത്തിൻ്റെ കേന്ദ്രം എന്താ? വ്യവസായങ്ങളല്ലേ, അതിൽ നിന്നുള്ള ടാക്സും എല്ലാം വരുന്നുണ്ട് അതിന്. അപ്പോട്ടെ, നമ്മുടെ വിഷയം അതല്ല. അപ്പോൾ അവിടെ എല്ലാം ഭരിക്കാനൊരു അവസരം കിട്ടണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. അതുവരെ മുഖ്യമന്ത്രിയായിട്ടും തുടരുക. അപ്പോൾ ഈ നഗരങ്ങൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ അനുവദിച്ച് കൊടുത്തു കഴിഞ്ഞാൽ തനിക്ക് വോട്ടാക്കാം. അപ്പോൾ ഈ ശിവസേന എന്നിപ്പോൾ ശരിയായിട്ടുള്ള ശിവസേനയായിട്ട് അറിയപ്പെടുന്നതും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ അംഗീകാരമുള്ളത് ഏകനാഥ് ഷിൻഡെയ്ക്കാണ്. അത് വെച്ചൊന്ന് കളിക്കാമെന്ന് അദ്ദേഹം വിചാരിച്ചു. ചെറിയ രാഷ്ട്രീയം കളിച്ചു. പിന്നെ അതാണ് സത്യപ്രതിജ്ഞ താമസിച്ചു പോയത്. ഏറെ ആഴ്ചകളെടുത്തു സത്യപ്രതിജ്ഞ നടത്താൻ. അടിച്ചിരുത്തി അമിത്ഷാ വന്ന് ഷിൻഡെയെ അടിച്ചവിടെ ഇരുത്തി. ഇപ്പോൾ അടിച്ചിരുത്തിയെടുത്തൊന്ന് ഇനി പൊങ്ങാതിരിക്കാനുള്ള
ഒരു ഊന്നുവടിയാണ് ഇപ്പോൾ ഉദ്ധവ് താക്കറെ കൊടുത്തിരിക്കുന്നത്. ചെന്ന് സന്ദർശിച്ചു, സൗഹാർദ്ദം പുതുക്കി. ഇനി അടുത്ത ഘട്ടത്തിൽ ഇപ്പം അതിനുള്ള ഒരു ചൂണ്ടയാണ് എറിഞ്ഞു കൊടുത്തിരിക്കുന്നത് ഫഡ്നാവിസ്. എൻ്റെ ശത്രുവല്ല ഫഡ്നാവിസ്, എൻ്റെ ശത്രുവല്ല ഉദ്ധവ് താക്കറെ. ആ ചൂണ്ടയിൽ കൊരുത്തു കഴിഞ്ഞാൽ അദ്ദേഹം ഇങ്ങോട്ട് വരും. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഷിൻഡെ പക്ഷത്തിൻ്റെ ആ വിലപേശൽ തന്ത്രമുണ്ടല്ലോ, അതങ്ങ് തീരും, അത് കുറയും. അവരുടെ ആ വിലപേശലിനുള്ള ആ ഒരു വാല്യൂ അങ്ങ് കുറയും. ഉദ്ധവ് താക്കറെ പക്ഷം ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അവർക്കും വളരെ ഡിമാൻഡ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ. ഇല്ല, ഇനി ഉണ്ടാവില്ല. ശക്തി തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പൊട്ടി പാളീസാവും. തദ്ദേശത്തിലും പാളീസായി കഴിഞ്ഞാൽ പിന്നെ എന്ത് ഡിമാൻഡ്? എങ്ങനെയും കഴിഞ്ഞു പോവുക, ശേഷിക്കുന്ന കാലം എനിക്ക് കൂടെ അഭയം തരണം എന്ന് പറഞ്ഞ് വരാനേ പറ്റൂ. അതാണ് സിറ്റുവേഷൻ, രാഷ്ട്രീയ സിറ്റുവേഷൻ. ഇതേ അവസരത്തിൽ ഇത് നമ്മൾ ചേർത്ത് വെച്ച് വായിക്കേണ്ട ഒരു കാര്യം, ഡൽഹി രാഷ്ട്രീയത്തിൽ ഉറ്റ സുഹൃത്തുക്കളായിട്ട് പോയതാണ് അരവിന്ദ് കെജ്രിവാളും രാഹുൽ ഗാന്ധിയും. ഇപ്പോൾ കീരിയും പാമ്പും പോലായി അവിടെ. തെറി പറച്ചില്ല, കള്ളൻ, നീ ആടാ കള്ളൻ, ഞാനാടാ കള്ളൻ, ഞാനല്ലടാ നീ ആടാ കള്ളൻ, അങ്ങോട്ടും ഇങ്ങോട്ടും പറയുക കള്ളൻ എന്നും പറഞ്ഞിട്ട് രാഷ്ട്രീയം കലുഷിതമാക്കി. ഇന്ത്യ മുന്നണി പൊളിഞ്ഞ് പാളീസായി. നോക്കിക്കോണം, അവർ രണ്ടും അകലുകയാണ്. അതേസമയം ഇവിടെ ഫഡ്നാവിസ് പക്ഷത്തേക്ക് കൂടുതൽ കക്ഷികൾ വരികയും ഐക്യമാതിൻ്റെ ഊട്ടി ഉറപ്പിച്ച് വയ്ക്കുകയാണ് ചെയ്തത്. ഐക്യം ദൃഢപ്പെടുകയാണ് NDA മുന്നണിയിൽ, ഐക്യം ശിഥിലമാവുകയാണ് ഇന്ത്യ മുന്നണിയിൽ എന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.